എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ജീവാനന്ദം. ജീവാനന്ദം പദ്ധതിയാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ ഉദ്ഗം. ഉദ്ഗം പോർട്ടലാണ് അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ. തെലങ്കാനയുടെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത്. തെലങ്കാനയുടെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത് ജയ ജയ ഹേ തെലങ്കാന. ഈണം ചിട്ടപ്പെടുത്തിയത് MM കീരവാണി. ജയ ജയ ഹേ തെലങ്കാന എന്നതാണ് തെലങ്കാനയുടെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സ് അത്ലറ്റിക്സിൽ പുരുഷ വിഭാഗം 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടിയ മലയാളി. ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സ് അത്ലറ്റിക്സിൽ പുരുഷ വിഭാഗം 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടിയ മലയാളി MP ജാബിർ. MP ജാബിറാണ് ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സ് അത്ലറ്റിക്സിൽ പുരുഷ വിഭാഗം 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടിയ മലയാളി. കുട്ടികളുടെ മുഖം കണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അധ്യാപകർ മനസ്സിലാക്കി പരിഹാരം കാണുന്ന പദ്ധതി. കുട്ടികളുടെ മുഖം കണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അധ്യാപകർ മനസ്സിലാക്കി പരിഹാരം കാണുന്ന പദ്ധതി സന്തോഷ വിദ്യാലയം. സന്തോഷ വിദ്യാലയം പദ്ധതിയാണ് കുട്ടികളുടെ മുഖം കണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അധ്യാപകർ മനസ്സിലാക്കി പരിഹാരം കാണുന്ന പദ്ധതി. 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ഉപഗ്രഹം. അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ഉപഗ്രഹം പാക്സാറ്റ് MM-1. പാക്സാറ്റ് MM-1 എന്ന ഉപഗ്രഹമാണ് അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ഉപഗ്രഹം. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിന്റെ കൃതി. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിന്റെ കൃതി ന്യൂസ് റൂം, ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിന്റെ കൃതിയാണ് ന്യൂസ് റൂം, ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ശിവാലിക്. INS ശിവാലിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ. പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച സ്ഥാപനം. പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച സ്ഥാപനം ഗെയിൽ. ഗെയിലാണ് പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച സ്ഥാപനം. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി നയന ജെയിംസ്. നയന ജെയിംസ് ആണ് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി. രാജ്യത്തെ ആദ്യ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. രാജ്യത്തെ ആദ്യ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ടുപിടിച്ചതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ടുപിടിച്ചതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ RL ബീന. RL ബീനയാണ്
സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ടുപിടിച്ചതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ US മുൻ പ്രസിഡന്റ്. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപാണ് ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ US മുൻ പ്രസിഡന്റ്. സ്ത്രീ യാത്രികർക്ക് തീവണ്ടികളിൽ സഹായം നൽകുക, സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ ആരംഭിച്ച പദ്ധതി. സ്ത്രീ യാത്രക്കാർക്ക് തീവണ്ടികളിൽ സഹായം നൽകുക, സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ ആരംഭിച്ച പദ്ധതി മേരി സഹേലി. മേരി സഹേലി പദ്ധതിയാണ് സ്ത്രീ യാത്രക്കാർക്ക് തീവണ്ടികളിൽ സഹായം നൽകുക, സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ ആരംഭിച്ച പദ്ധതി. പക്ഷിപ്പനിയുടെ H5N2 വകഭേദം ബാധിച്ച് ലോകത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? പക്ഷിപ്പനിയുടെ H5N2 വകഭേദം ബാധിച്ച് ലോകത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. മെക്സിക്കോയാണ് പക്ഷിപ്പനിയുടെ H5N2 വകഭേദം ബാധിച്ച് ലോകത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി ബോയിങ്. ബോയിങ് കമ്പനിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിങ്ങിൻ്റെ പേടകമേത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർ ലൈനർ. സ്റ്റാർ ലൈനറാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിങ്ങിൻ്റെ പേടകം. 2024 നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. 2024 നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദയാണ് 2024 നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി. 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി കാസ, കൊറിയ എയറോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ. കാസയാണ് 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി. അതുല്യമായ ചാന്ദ്ര സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി 2024 ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈനയുടെ ദൗത്യം. അതുല്യമായ ചാന്ദ്ര സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി 2024 ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈനയുടെ ദൗത്യം ചാങ്-ഇ-6. ചാങ്-ഇ-6 ആണ് അതുല്യമായ ചാന്ദ്ര സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി 2024 ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈനയുടെ ദൗത്യം. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ സമഗ്ര പ്ലസ്. സമഗ്ര പ്ലസ് പോർട്ടലാണ് 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ. 3-ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരെ ചുമതലയേറ്റ മലയാളികൾ. 3-ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് 3-ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക്. പോളണ്ട് താരമായ ഇഗ സ്വിയാടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത് അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം ചേർത്ത് അറിയപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ
വിവിധ പേരിലറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം ചേർത്ത് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ്. ഓപ്പറേഷൻ ലൈഫ് എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരിലറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം ചേർത്ത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ 110 കിലോമീറ്ററിൽ നിന്നും എത്രയായാണ് കുറച്ചത്? കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ 110 കിലോമീറ്ററിൽ നിന്നും എത്രയാണ് കുറച്ചത്? 100. കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ 110 കിലോമീറ്ററിൽ നിന്നും 100 കിലോമീറ്റർ ആയിട്ടാണ് കുറച്ചത്. ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. 2024 ജൂൺ 6 വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. 2024 ജൂൺ 6 വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ്. സ്റ്റാർഷിപ്പ് റോക്കറ്റാണ് 2024 ജൂൺ 6 വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത്. AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവ്. പെഞ്ച് ടൈഗർ റിസർവിലാണ് AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത്. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഭാനുദേവ് ശർമ്മ. ഭാനുദേവ് ശർമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന AI അവതാരകർ. ദൂരദർശനിലെ കിസാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന AI അവതാരകർ കൃഷ് ഭൂമി. കൃഷും ഭൂമിയുമാണ് ദൂരദർശനിൽ കിസാൻ എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന AI അവതാരകർ. ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് 3D പ്രിന്റ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ച ബഹിരാകാശ രംഗത്തെ സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി. ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ച ബഹിരാകാശ രംഗത്തെ സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി അഗ്നികുൽ കോസ്മോസ്. അഗ്നികുൽ കോസ്മോസ് ആണ് ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ച ബഹിരാകാശ രംഗത്തെ സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഗ്രാമങ്ങളുള്ളത് എവിടെ? ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഗ്രാമങ്ങളുള്ളത് കേരളം. കേരളത്തിലാണ് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ഗ്രാമങ്ങൾ ഉള്ളത്. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. മേഘ മുകുന്ദനാണ് അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയ വ്യക്തി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വ്യക്തി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വ്യക്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3-ാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3-ാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി 2024 ജൂൺ 9. 2024 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3-ാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി. ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2024 വേൾഡ് ജൂനിയർ അണ്ടർ 20 ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം. 2024 വേൾഡ് ജൂനിയർ അണ്ടർ 20 ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം
ജേതാവായ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് 2024 വേൾഡ് ജൂനിയർ അണ്ടർ 20 ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യ സ്ഥാപനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യൻ സ്ഥാപനം NIIMH, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ്. NIIMH ആണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യൻ സ്ഥാപനം. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ് ഷീല. ഷീലയാണ് 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ്. നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം. നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചവർ. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചവർ: പ്രൊഫസർ പാറശാല രവി മൃദംഗം, കലാവിജയൻ മോഹിനിയാട്ടം, TM അബ്രഹാം നാടക സംവിധാനം. പ്രൊഫസർ പാറശാല രവി, കലാവിജയൻ, TM അബ്രഹാം എന്നിവർക്കാണ് 2023 കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചത്. 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ISROയുമായി സഹകരിക്കുന്ന കമ്പനി. 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ISROയുമായി സഹകരിക്കുന്ന കമ്പനി വിപ്രോ. വിപ്രോയാണ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ISROയുമായി സഹകരിക്കുന്ന കമ്പനി. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചത് എന്ന് കരുതുന്ന 500 വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന രാജ്യം. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചത് എന്ന് കരുതുന്ന 500 വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന രാജ്യം ബ്രിട്ടൻ. ബ്രിട്ടനാണ് തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് കരുതുന്ന 500 വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന രാജ്യം. 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യം. 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയെ തിരഞ്ഞെടുത്ത രാജ്യം. 2025 ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്? 2025 ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്. പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീര. KR മീരയ്ക്കാണ് പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.